നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണവേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം ഷഷ്ടാധ്യായമാണ് നാം ഇന്നലെ അവലോകനം ചെയ്ത് സമർപ്പിച്ചത്. ച്യവനൻ ശര്യാദിയുടെ കൊട്ടാരത്തിൽ ചെന്ന് നടത്തിയ സോമയാഗവും അതിൽ അശ്വിനി ദേവന്മാർക്ക് സോമം സമർപ്പിക്കാനായി എടുത്ത സമയത്ത് ഇന്ദ്രൻ വന്ന് തടുത്തതുമായിട്ടുള്ള ഭാഗങ്ങളാണ് അവലോകനം ചെയ്ത് നിർത്തിയത്. അശ്വിനി ദേവന്മാരുടെ സോമപാനം ആണ് അടുത്ത ഈ സപ്തമ സ്കന്ധത്തിലെ സപ്തമ അധ്യായത്തിലെ വിഷയം. വ്യാസൻ കഥ തുടർന്നു കൊണ്ട് പറയുന്നു: ഹേ ജനമേജയ, അശ്വിനി ദേവന്മാർക്ക് സോമപാനം കൊടുത്തപ്പോൾ ദേവേന്ദ്രൻ വളരെ ക്രുദ്ധനായി. തൻ്റെ ശക്തി കാണിക്കാനായിക്കൊണ്ട് ച്യവനനോട് പറഞ്ഞു: ബ്രാഹ്മണന്മാരിൽ വെച്ച് അധമനാണ് നീയെ. എൻ്റെ വാക്കുകളെ നീ മാനിച്ചില്ല. പണ്ട് ഇതുപോലെ തന്നെ ഇന്ദ്രൻ വിശ്വരൂപൻ, ത്വഷ്ടാവിൻ്റെ പുത്രനായിട്ടുള്ള വിശ്വരൂപനെ ഗുരുവായിട്ട് സ്വീകരിച്ചിരുന്നു. ആ വിശ്വരൂപൻ പിതൃക്കളായിട്ടുള്ള അസുരന്മാർക്ക്, ദൈത്യന്മാർക്ക് ആഹുതി കൊടുത്ത സമയത്ത് ഇന്ദ്രൻ വിശ്വരൂപനെ വധിക്കുന്ന കഥ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ ഷഷ്ഠസ്കന്ധത്തിൽ വരുന്നുണ്ട്. അദ്ദേഹവും വിശ്വരൂപനും ബ്രാഹ്മണനായിരുന്നു, ഗുരുവായിരുന്നു. ആ വിശ്വരൂപനെ ഞാൻ എപ്രകാരമാണോ വധിച്ചത് അതുപോലെ അങ്ങേയും ഇതാ വധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ച്യവനൻ പറഞ്ഞു: അങ്ങയുടെ നിലയും വിലയും മറന്നുകൊണ്ട് ഇത്തരത്തിൽ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഉചിതമല്ല ഇന്ദ്ര. ഈ അശ്വിനി ദേവന്മാരാണ് എന്നെ വാർദ്ധക്യത്തിൽ നിന്നും അന്ധതയിൽ നിന്നും രക്ഷിച്ചത്. എല്ലാ ദേവന്മാരും, മറ്റുള്ള എല്ലാ ദേവന്മാരും സോമപാനം ചെയ്യുന്നവരല്ലേ? ഇവരും ദേവന്മാരും മറ്റ് ദേവന്മാരെ പോലെ സോമപാനത്തിന് അർഹതരാണ് എന്നുള്ളതങ്ങ് ധരിക്കണം. വെറും വൈദ്യരാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ഇവരെ സോമപാനത്തിൽ നിന്നും വർജിപ്പിച്ച് നിർത്തുന്നത് ശരിയായ ഉചിതമായ ധർമ്മമല്ല എന്നൊക്കെ ക്രുദ്ധനായിട്ടുള്ള ഇന്ദ്രനോട് പറഞ്ഞുവെങ്കിലും ഇന്ദ്രൻ പറയുന്നു: ഇവർ രണ്ടുപേരും ഒരു തരത്തിലും യജ്ഞത്തിൽ സന്തോഷപൂർവ്വം സോമപാനം ചെയ്യാൻ അർഹരല്ല. അങ്ങ് അവർക്കത് നൽകിയാൽ ഇപ്പോൾ തങ്ങളുടെ കഴുത്ത് ഞാൻ അറക്കും, വെട്ടും എന്ന് ഭീഷണിപ്പെടുത്തി. ദേവേന്ദ്രൻ്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് ച്യവനൻ അശ്വിനി ദേവന്മാർക്ക് സോമപാനം സോമം അഗ്നിയിലൂടെ അശ്വിനി ദേവന്മാർക്ക് സോമപാനം അർപ്പിച്ചു. സോമപാനം ചെയ്യാനുള്ള ആഗ്രഹത്തോടെ അശ്വിനി ദേവന്മാർ സോമപാത്രം എടുത്തപ്പോൾ ക്രുദ്ധനായിട്ടുള്ള ദേവേന്ദ്രൻ പറഞ്ഞു: സ്വാർത്ഥലാഭത്തിനായി ഇവരെ കൊണ്ട് സോമം സ്വീകരിപ്പിക്കുന്ന പക്ഷം
വിശ്വരൂപനെ എന്ന പോലെ തങ്ങളെയും ഞാനിപ്പോൾ വജ്രം കൊണ്ട് തന്നെ, എൻ്റെ വജ്രായുധം കൊണ്ട് തന്നെ വധിക്കും. എന്ന് പറഞ്ഞുകൊണ്ട് വജ്രായുധം പൊക്കി ഇന്ദ്രൻ. അത് കണ്ട് കോപിഷ്ഠനായിട്ടുള്ള ച്യവനൻ ആദ്യം വിധിപ്രകാരം മന്ത്രപൂർവം അശ്വിനി ദേവന്മാരെ സോമപാനം ചെയ്യിപ്പിച്ചു. ക്രുദ്ധനായിട്ടുള്ള ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് ച്യവനൻ്റെ നേർക്ക് പ്രയോഗിച്ചു. അത് കണ്ട ച്യവനൻ തപോബലത്താൽ ഉടൻ തന്നെ അതിനെ സ്തംഭിപ്പിച്ചു നിർത്തി എന്ന് പറയാണ്. ആ വജ്രായുധം അങ്ങോട്ട് ഓങ്ങിയിട്ട് വിശ്വരൂപൻ്റെ തല വെട്ടിയത് മാതിരി ച്യവനൻ്റെ തലയും വെട്ടാനായി വന്നതാണ്. പക്ഷേ തൻ്റെ തപശക്തി കൊണ്ട് ആ വജ്രായുധത്തിനെ ആ കൈയോടുകൂടി അത് അവിടെ സ്തംഭിപ്പിച്ചങ്ങോട്ട് നിർത്തി. എന്നിട്ട് ച്യവനൻ തൻ്റെ തപോബലം കൊണ്ട് ദേവേന്ദ്രനെ ഹനിക്കാനായിട്ട്, ഒരു കൃത്യയെ സൃഷ്ടിക്കാനായിട്ട് മന്ത്രം ജപിച്ചുകൊണ്ട് ഹവിസ് അഗ്നിയിൽ ഹോമിച്ചു. ച്യവനൻ്റെ തപോബലം നിമിത്തം ഹോമാഗ്നിയിൽ നിന്നും ഒരു പുരുഷാകൃതിയിൽ ആവിർഭവിച്ചു. മഹാകായനും ശക്തനും ക്രൂരനുമായിട്ടുള്ള ഒരു മഹാ അസുരനായിരുന്നു ആ കൃത്യ. മദൻ എന്നാണ് അവൻ്റെ പേര്. മദൻ എന്നു പേരുള്ള അവൻ മഹാഘോരനും ഭീകരനുമായിരുന്നു. പർവ്വതതുല്യമായ ശരീരം, തീക്ഷ്ണമായിട്ടുള്ള ദംഷ്ട്രങ്ങൾ, അങ്ങനെയുള്ള ഒരു ഭയങ്കരൻ. വൃത്രാസുരനെ സൃഷ്ടിച്ചില്ലേ ത്വഷ്ടാവ് തൻ്റെ മകനെ ഇന്ദ്രൻ വധിച്ചപ്പോഴ അഗ്നിയിൽ നിന്നും എന്നതുമാതിരി വൃത്രാസുരനെ മാതിരിയുള്ള ഒരു ഘോരരൂപത്തിലുള്ള ഒരു കൃത്യ മദൻ എന്നാണ് പേര് അവിടെ സൃഷ്ടിച്ചു. 4 ദംഷ്ട്രങ്ങളാണ് ഉണ്ടായിരുന്നു അത്രേ അവന്. ഇവിടെ പറയാണ് യഥാദംഷ്ട്ര യോജനാനാം ശതം ശതം. ഗുരുവായൂരപ്പ, ഓരോന്നിനും 100 യോജന നീളമുണ്ടായിരുന്നു എന്നാണ് പറയണത്. അതിൻ്റെ ഇടയിലുള്ള പല്ലുകൾ ഓരോന്നിനും 10 യോജന നീളമുണ്ടായിരുന്നു അത്രേ. അപ്പം ഈ 4 ദംഷ്ട്രങ്ങൾക്ക് 100 യോജന, അതിൻ്റെ നടുവിലുള്ള പല്ലുകൾക്ക് 10 യോജന. പർവ്വതത്തെ പോലെ തടിച്ച് നീണ്ട കൈകൾ, അവൻ്റെ ജിഹ്വ നാവ് പുറത്തേക്ക് ഇങ്ങനെ നീട്ട് വാളുപോലെ ഇട്ടിട്ടുണ്ട്. അത് അവൻ്റെ നാഭിസ്ഥലം വരെ നീളമുണ്ടായിരുന്നു എന്നാണ് പറയണത്. നാക്കിങ്ങനെ നാഭിസ്ഥലം തൊട്ട് നിൽക്കുകയാണ്. കൊടുമുടിയ മാതിരിയുള്ള കഴുത്ത്, അത്യന്തം കഠിനമായിട്ടുള്ളത്. പുലിയുടെ മാതിരിയുള്ള നഖങ്ങൾ, സിംഹത്തിനെ പോലെയുള്ള ജടാഭാരം, മഷിവർണം, നല്ല കറുന്നേനിരിക്കുന്ന കറുത്ത വർണ്ണം ശരീരത്തിന്, കാട്ടുതീ പോലെ ഭീതിപ്പെടുത്തുന്നതായിട്ടുള്ള മുഖം, 2 കണ്ണുകൾ. അവൻ്റെ ഒരു താടിയല്ല ഭൂമിയിലും ഒന്ന് ആകാശത്തുമാണത്രേ തൊട്ടുകൊണ്ടിരുന്നത് ഗുരു. ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ ആകൃതിയെ ഇവിടെ ദേവി ഭാഗവതത്തിൽ വ്യാസൻ വർണ്ണിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൃത്യയെ, മദൻ എന്ന് പറഞ്ഞ പേരുള്ള ഈ കൃത്യയെ ഇതാ സൃഷ്ടിച്ചു എന്ന് പറയുകയാണ്. കഥ വീണ്ടും തുടർന്നുകൊണ്ട് നാളെ പോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. സമയമായതുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് മഹാദേവ്യൈ നമഃ.